ഹിന്ദു സമൂഹത്തിന്റെ നിലനിൽപ്പിനെതിരാണ്, ഹിന്ദു സംസ്കാരത്തിനെതിരാണ്, ധർമ്മത്തിനെതിരാണ്, ഹിന്ദുക്കളെ നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം. ഇപ്പൊ ഇവിടെ കൊച്ചിൻ ദേവസ്വം ബോർഡ് തൃശ്ശൂര്, ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഈ തൃശ്ശൂർ പൂരത്തെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് തൃശ്ശൂർ പൂരത്തിന്റെ ആ തറവാടക വലിയ തോതിൽ കൂട്ടി അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ബാലചന്ദ്രന്റെ പങ്ക് എന്തായിരുന്നു ആ കാര്യത്തിൽ? ബാലചന്ദ്രൻ എന്ത് സംസാരിച്ചു? ഹിന്ദു സംഘടനകൾ ശക്തമായിട്ട് രംഗത്ത് വന്നു. ഹിന്ദു സംഘടനകളുടെ എതിർപ്പ് അവഗണിക്കാൻ പറ്റാതെ വന്ന സമയത്ത് 24 മണിക്കൂറിനുള്ള മുഖ്യമന്ത്രി യോഗം വിളിച്ചുകൂട്ടി. ആ തീരുമാനം പിൻവലിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ കാണാമായിരുന്നു. തൃശ്ശൂരിൽ കെട്ടിവെച്ച കാശ് കിട്ടില്ല, CPIക്ക് കെട്ടിവെച്ച കാശ് കിട്ടില്ല. അപ്പൊ അത് ഭയന്നുകൊണ്ട് ആ തീരുമാനം പിൻവലിച്ചു. അപ്പൊ ഇതൊക്കെ നമുക്കറിയാം. ഈ നിലപാട് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് കമന്റ് ബോക്സ് പൂട്ടി വീട്ടിലിരിക്കാം, അങ്ങനെ സ്വസ്ഥമായിട്ട് ഉറങ്ങാം, ഇറങ്ങി നടക്കാം എന്നൊക്കെ പഴയ കാലത്തെ കമ്മ്യൂണിസ്റ്റുകാർ വിചാരിച്ചാൽ മതി. ഇപ്പോഴത്തെ കാലത്ത് ഹിന്ദു സമൂഹം അത് അനുവദിച്ചു തരില്ല. ഇപ്പോ അയ്യപ്പനെ വിവാഹം കഴിപ്പിക്കാൻ നടന്ന MLA വീട്ടിലിരിക്കുകയാണ്. കഴിഞ്ഞ നമ്മൾ കണ്ടതാണ്, തൃപ്പൂണിത്തുറ MLA അയ്യപ്പന്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ ആക്ഷേപിച്ച MLA വീട്ടിലിരിപ്പാണ്. MLA ആയിരുന്നല്ലോ, MLA യുടെ സ്ഥാനം പോയി. അപ്പോ ഇവിടെ ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്ന, അവഹേളിക്കുന്ന ആളെ വീട്ടിലിരുത്താൻ ഹിന്ദുക്കൾക്കറിയാം, ഹിന്ദു സമൂഹത്തിന് അതറിയാം. ഇനി പഴയ കാലമല്ല. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, പ്രാണപ്രതിഷ്ഠയെ, മതേതരത്വത്തിന്റെ പേരിലൊക്കെ പ്രാണപ്രതിഷ്ഠയെ എതിർക്കുമെന്ന് വിചാരിച്ച ഹിന്ദു സംഘടനകൾ, അത് SNDP ആകട്ടെ, NSS ആകട്ടെ, വിശ്വകർമ്മ സഭയാകട്ടെ, ധീവര സഭയാകട്ടെ, അവരൊക്കെ ഏത് നിലപാടാണ് എടുത്തേന്നുള്ളത് രാഷ്ട്രീയക്കാരെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. അപ്പൊ അതുകൊണ്ട് പഴയ പോലെ ഹിന്ദുക്കളെ അങ്ങനെ കൊട്ടാം, വഴി പോണവർക്കൊക്കെ കൊട്ടാനുള്ള ചെണ്ടയാണ് ഹിന്ദു സമൂഹം എന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതങ്ങ് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. ഇനി അത് പഴയ പോലെ നടപ്പില്ല അനിൽ നമ്പ്യാർ. അതിന്റെ കാരണം അതിന്റെ പ്രതിഫലനങ്ങളാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പൂട്ടി, ഒരു സഖാവിന് അത് പൂട്ടി, കമന്റ് ബോക്സും പൂട്ടി, രാത്രിക്ക് രാത്രി തിരിച്ചു പോകേണ്ടി വന്നത്. അല്ലാതെ നിലപാടിൽ മാറ്റം ഉണ്ടായതുകൊണ്ടല്ല, എതിർപ്പ് ഭയന്നിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന് ശക്തമായ തിരിച്ചടി ബാലചന്ദ്രന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം ഹിന്ദു സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. യാതൊരു സംശയവും വേണ്ട അനിൽ നമ്പ്യാർ.